3 ദിവസമായി അതിശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്യുന്നത് ഈ ചൂരൽമല, പുത്തുമല, മുണ്ടക്കായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല സ്കൂൾ റോഡിലാണ്. ഈ റോഡിൽ നമുക്കറിയാം ഈ 3 ദിവസങ്ങളിൽ മാത്രം പെയ്ത മഴയിലാണ് ഈ റോഡിലൂടെ ആ പുഴ ഗതി മാറി ഒഴുകിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട്, ഈ റോഡ് പൂർണ്ണമായും മുങ്ങുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന ഒരു റോഡാണ്. നമുക്ക് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പടവെട്ടിക്കുന്നിൽ കഴിഞ്ഞ പുനരധിവാസ ലിസ്റ്റിൽ 27ഓളം കുടുംബങ്ങൾ, പടവെട്ടിക്കുന്നിൽ താമസിക്കുന്ന 27 കുടുംബങ്ങൾ ഈ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നത് ഇപ്പോൾ വാടക വീടുകളിലാണ് ഇവരൊക്കെ തന്നെ കഴിയുന്നത്. പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വാടക വീടുകളിൽ നിന്ന് തിരിച്ച് എങ്ങനെ, അല്ലെങ്കിൽ ഇവരുടെ ഈ വീടുകളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു റോഡ് തന്നെയാണ്. കാരണം ഈ റോഡ് നമുക്കറിയാം പൂർണ്ണമായും ദുരന്തത്തിൽ ഒലിച്ചു പോയ റോഡാണ്. സുരക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുനരധിവാസ പട്ടികയിൽ നിന്ന് ഇവർ പുറത്തായിരിക്കുന്നത്. എന്നാൽ ചെറിയ മഴയിൽ പോലും ഇത്തരത്തിൽ വ്യാപകമായുള്ള ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ വീടുകളിൽ അല്ലെങ്കിൽ തിരിച്ചെത്തുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രദേശവാസികൾ ഇപ്പോൾ നമ്മോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഒരു ആശങ്ക? ഇപ്പോൾ ഞങ്ങൾക്ക് ആശങ്ക, ഞങ്ങൾ ദയവ് ഇത് ഇനി കൊലക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് അവിടെ ഇവിടെ എവിടെയൊക്കെ കിടക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് വേറെ പുനരധിവാസമായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് സർക്കാർ ദയവ് ഇത് കാണിച്ചു തരണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ ലിസ്റ്റിൽ ഇപ്പോൾ 27 കുടുംബങ്ങളാണ് പെടാത്തത്. ലിസ്റ്റിൽ 27 കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പടവെട്ടിക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്ത് ആകെ 6 കുടുംബമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് സ്കൂൾ റോട്ടിൽ തന്നെ. ഇത് പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പടവെട്ടിക്കുന്നായി മാറിയത്. അപ്പം നമുക്ക് പറയാനുള്ളത്, 2 മഴ മര്യാദക്ക് പെയ്തിട്ടില്ല. അപ്പത്തിന് റോഡിൻ്റെ അവസ്ഥയാണിത്. നമുക്ക് റോഡ് വേണ്ട. റോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി റോഡ് വേണ്ട. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് റോഡ് വന്നോട്ടെ, സന്തോഷമുള്ളൂ. പക്ഷേ ഈ 27 കുടുംബത്തിന് അടുത്തൊരു ദുരന്തത്തിന് നിങ്ങൾ കൊടുക്കാതിരിക്കുക സർക്കാർ. ആ ലിസ്റ്റിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തുക. ഇനി ഒരു ലിസ്റ്റ് വരാണ്ടെന്ന് പറയുന്നുണ്ട്, ആ ലിസ്റ്റ് ഇറങ്ങുന്നില്ല. അപ്പോൾ ആ ലിസ്റ്റിലെങ്കിലും ഈ പാവപ്പെട്ട മരണത്തിന് കൊടുക്കാതെ 27 കുടുംബത്തിനെ അതിലെന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക എന്നാണ് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്. എൽസി, അത് തന്നെയാണ് ഇവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. കാരണം 27 കുടുംബങ്ങൾ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുകയിരിക്കെ ഈ 27 കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും വീട് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ജിൽസി.